ഭൂമിയിലെ ജീവന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള അന്വേഷണം എല്ലായ്പ്പോഴും ശാസ്ത്രലോകത്തെ കൗതുകകരമായ ഒരു പഠനമാണ്. അതിനാൽ തന്നെ ഈ വിഷയത്തെ ചുറ്റിപ്പറ്റി നിരവധി സിദ്ധാന്തങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പഠനങ്ങളിലും പരീക്ഷണങ്ങളിലും പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാദം എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ പകരുന്ന പ്രോട്ടീനുകൾ നിർമ്മിക്കുന്ന അമിനോ ആസിഡുകളുടെ അസ്തിത്വമാണ്. അന്തരീക്ഷത്തിലെ മിന്നലിലൂടെയും ഇടിമിന്നലിലൂടെയും ഈ അമിനോ ആസിഡുകൾ ഭൂമിയിലെത്തിയതായി വിവിധ പഠനങ്ങളിൽ നേരത്തെ തന്നെ അനുമാനിക്കപ്പെട്ടിരുന്നു. എന്നിരുന്നാലും അടുത്തിടെ നടന്ന ഒരു പഠനം സൂചിപ്പിക്കുന്നത് ജീവൻ രൂപപ്പെടുത്തുന്ന ഈ പ്രോട്ടീൻ മൂലകങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഭൂമിയിലെ അഗ്നിപർവ്വത പൊട്ടിത്തെറിക്ക് കഴിയുമെന്നാണ്. നാഷണൽ അക്കാദമി ഓഫ് സയൻസിന്റെ പ്രൊസീഡിംഗ്സിലാണ് ഇതിനെക്കുറിച്ചുള്ള പഠനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. റിപ്പോർട്ട് പ്രകാരം ഭൗമശാസ്ത്രജ്ഞരും ധാതുശാസ്ത്രജ്ഞരും അടങ്ങുന്ന ഒരു സംഘം അഗ്നിപർവ്വത മിന്നലുകളിൽ നിശ്ചിത അളവിലുള്ള അന്തരീക്ഷ നൈട്രജൻ ഉണ്ടായിരിക്കാമെന്നും ഇവ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്നുമുള്ള തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നു. ജീവൻ സൃഷ്ടിക്കാൻ ആവശ്യമായ പ്രോട്ടീനുകളെ സ്വരൂപിക്കുന്ന അമിനോ ആസിഡുകളുടെ ഒരു പ്രധാന ഘടകമാണ് നൈട്രജൻ. അന്തരീക്ഷത്തിൽ നൈട്രജൻ വാതകം ധാരാളമുണ്ടെങ്കിലും കാർബൺ ഡയോക്സൈഡുമായി ചേരുന്നതിനാൽ സസ്യങ്ങൾക്ക് അതിനെ കൂടുതൽ ഉപയോഗയോഗ്യമായ രീതിയിൽ മാറ്റാൻ കഴിയില്ല. പകരം സസ്യങ്ങൾ നൈട്രജൻ ഫിക്സിംഗ് എന്ന പ്രക്രിയയിലൂടെ നൈട്രജന്റെ ഭൂരിഭാഗവും എടുക്കുകയും അതിൽ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയും നീല പച്ച ആൽഗകളും ചേർന്ന് തന്മാത്രാ നൈട്രജനെ അമോണിയയാക്കി മാറ്റുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ജീവൻ ആദ്യമായി പരിണമിച്ചപ്പോൾ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയായിരിക്കും നൈട്രജനെ വേർതിരിക്കുന്ന ഈ പ്രക്രിയ നടന്നിട്ടുണ്ടാവുക? പാരീസിലെ സോർബോൺ സർവകലാശാലയിലുള്ള സ്ലീമാൻ ബെക്കി പറയുന്നത് പ്രകാരം ആദ്യകാലങ്ങളിൽ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയകളുടെ അഭാവത്തിൽ ജൈവേതര ഉറവിടങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം എന്നാണ്. ഇതിനെ സാധൂകരിക്കുന്നതാണ് 1950കളിലെ പ്രസിദ്ധമായ മില്ലർ-യൂറേ പരീക്ഷണം. കാരണം ഭൂമിയുടെ ആദ്യകാലങ്ങളിൽ അന്തരീക്ഷത്തിലെ മിന്നൽ അമിനോ ആസിഡുകൾ ഉൾപ്പെടെയുള്ള നൈട്രജൻ സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുമെന്ന് മില്ലർ-യൂറേ പരീക്ഷണം പറഞ്ഞിരുന്നു. ഇതുകൂടാതെയാണ് ഇപ്പോൾ ചില അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ ചാരമേഘങ്ങളിൽ സംഭവിക്കുന്ന മിന്നലായിരിക്കാം നൈട്രജന്റെ മറ്റൊരു ഉറവിടമെന്ന് സ്ലീമാൻ ബെക്കിയും സഹപ്രവർത്തകരും കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ ജീവന് വേണ്ട പ്രോട്ടീൻ മൂലകങ്ങൾ രൂപപ്പെടുന്നുണ്ട് എന്ന് തെളിയിക്കാൻ ടർക്കി, ഇറ്റലി, പെറു എന്നിവിടങ്ങളിൽ നിന്ന് സംഘം പുരാതന അഗ്നിപർവ്വത നിക്ഷേപങ്ങൾ ശേഖരിക്കുകയും നൈട്രജൻ മൂലകങ്ങൾ കണ്ടെത്തുന്നതിന് അവ വിശകലനം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ സൈറ്റുകളിൽ നിന്നുള്ള സാമ്പിളുകളിൽ കണ്ടെത്തിയ പഠനത്തിൽ വലിയ അളവിൽ നൈട്രേറ്റുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് സംഘം തിരിച്ചറിഞ്ഞു. പക്ഷേ അവ അന്തരീക്ഷത്തിലുള്ളതാണെന്നും അഗ്നിപർവ്വതത്തിൽ നിന്ന് നേരിട്ട് വന്നതല്ലെന്നും പരിശോധനയിൽ തെളിഞ്ഞു. അതിനർത്ഥം മിന്നലാണ് അവയുടെ ഉറവിടമെന്നാണ്. എന്നാൽ അവരുടെ സിദ്ധാന്തത്തിൽ വേറിട്ട് നിൽക്കുന്ന കാര്യം അഗ്നിപർവ്വത നിക്ഷേപങ്ങളിൽ സംഘം കണ്ടെത്തിയ വലിയ അളവിലുള്ള നൈട്രേറ്റുകളാണ്. അവ അമിനോ ആസിഡുകൾ സൃഷ്ടിക്കുന്നതിനുള്ള ഉറവിടമായി പ്രവർത്തിക്കാൻ പര്യാപ്തവുമായിരുന്നു.